ഹലോ, വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് കല്യാണം. ഇന്ന് നമ്മുടെ 4 days പ്രോഗ്രാമിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഇന്ന് ഏതെങ്കിലും ഒരു കളർ തീമാണ് ഓരോ ഫാമിലിയും ചൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്കോടെ കൂടി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പായസമാണ് കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ടുള്ളത്. പിന്നെ ഇവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ടായി, ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഇത് നമ്മളെ ഒപ്പന ടീമിൻ്റെ പിള്ളേരാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാണ് ഓരോ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുഡ് കൗണ്ടർ ഇവിടെ ലൈവായി തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂട് നെയ്ച്ചോറ്, ബീഫ് കറി, പാൽക്കപ്പ, ചിക്കൻ ഫ്രൈ, ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഐറ്റംസ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾസിൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ടായി. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതിനെ കൊണ്ട് ഒറിജിനൽ ഓഡിയോ എനിക്ക് ഡാൻസിനും പാട്ടിനൊന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല കേട്ടോ. വീഡിയോ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്കൊരു ഓഡിയോ ആഡ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് തന്നെ പാട്ടിനനുസരിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ എക്സ്ട്രാ പാട്ട് വെച്ചതിനെ കൊണ്ട് നമ്മളൊക്കെ അവരെ സ്റ്റെപ്പും ആ സോങ്ങും കൂടി റിലേറ്റ് ചെയ്ത് പോകാത്ത പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവരെ കൂടെ കളിക്കുന്ന ഈ കുഞ്ഞു മോളെ എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. എല്ലാ താത്താരും ചെയ്യുന്നത് കണ്ടിട്ട് അവളും അതേപോലെ ഡ്രസ്സിങ്ങും കാര്യം സ്റ്റെപ്പായാലൊക്കെ അവരെ കേട്ടിട്ടാണ് അവളും കളിക്കുന്നത്. പിന്നെ നമ്മുടെ ഗേൾസ് ടീം എല്ലാവരും കൂടി കയറി ഫോട്ടോ എടുക്കലൊക്കെ ആയി. എല്ലാവരുടെ കയ്യിൽ ഓരോ ട്രോഫി അതിനെ കൊണ്ട് പലരും പല ടൈമിലായിരിക്കും ഫ്രീ ആവും. ഇവരെ ഫാമിലിയിലും ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഒരുപാട് ഗായകന്മാരുണ്ടതിനെ കൊണ്ട് പാട്ടിനൊരു പഞ്ചമില്ലേന് കേട്ടോ. നെക്സ്റ്റ് പ്രോഗ്രാം കുറച്ച് വലിയ മക്കൾ ഡാൻസ് ചെയ്യുന്നുണ്ടോ, അത് അടിപൊളിയുണ്ട്. അവർ ഒരുപാട് സോങ്സ് എടുത്തിട്ട് മാഷപ്പ് ചെയ്ത് ഒരു അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു. ഇനി മക്കൾസിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വലിയ ആൾക്കാരുടെ പ്രോഗ്രാമായിട്ടോ ഇനി നെക്സ്റ്റ് കാണുന്നത്. ഇത് ഇവരെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടി സെറ്റ് ചെയ്ത ഒരു സ്കിപ്പനയാണ് കേട്ടോ. പേര് കേട്ട് എന്താണെന്ന് നെട്ടേണ്ടത് അവരെ ഒപ്പനയും അതേപോലെ സ്ക്രിപ്റ്റും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് സ്കിപ്പനാന്ന് നെയിം ഇട്ടത്. 1999 ഫെബ്രുവരി മാസം 24-ാം തീയതി പുളിക്കൽ ആന്തിയൂർക്കുന്ന് അംശം ദേശത്ത് നിന്നും KC ബഷീർ എന്ന മണവാളൻ വേങ്ങരയിൽ ഒരു പെണ്ണു കാണാൻ പോവാനൊരുങ്ങുകയാണ്. ഇവരെ മാറ്റിയിരിക്കുന്നത് നമ്മളെ പെണ്ണിന്റെ ഉപ്പാൻ തന്നെയാണ് കേട്ടോ. അതായത് നമ്മളെ അമ്മോശൻ കാക്കാൻ തന്നെയാണ് ഇവരെ മാറ്റിക്കുന്നത്. പണ്ടത്തെ ഒരു സ്റ്റൈൽ ഓഫ് പുതിയാപ്പിളിനെ മാറ്റിക്കുന്നതാണ് കേട്ടോ ഇപ്പൊ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എന്ത് ചെങ്ങായിമാരാണ് നിങ്ങളെന്തായി പറയണേ? ഞാൻ ഒരു ലോഡ് പൊട്ടിയിറക്കണേ. ഇവരൊന്ന് മേക്കപ്പ് ഇട്ട് ഒരു മനുഷ്യക്കോലത്തിലാക്കണ്ട നമുക്ക്. അത് വേണ്ട, നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞ് ചെറുതാക്കണ്ട. നിങ്ങൾ ഈ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾ അങ്ങനെ മൊഞ്ചൻ തന്നെയാണ്. ഇങ്ങോട്ടെന്താ ഓനം കൊണ്ട് ഈ നാടായ നാടൊക്കെ പോയത്? ഈ പയ്യന് ഒരു പെണ്ണും പറ്റില്ലാന്ന് ഇന്നിപ്പോ വേഗം ഒരു പെണ്ണുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവനെ കൊണ്ടൊന്ന് ഞാൻ പോയോക്കട്ടെ. ഈ പയ്യന് പറ്റിയാ മതിയെന്ന്. ഒരുപാട് കാലമായിപ്പോ നമ്മളിങ്ങനെ നടക്കണേ. കല്യാണം നടന്ന് ഈ മുടങ്ങിയിട്ടൊന്നും എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഈ വരുന്നതാണ് നമ്മളെ പെണ്ണിൻ്റെ ഉമ്മ, ഈ കഥയിലെ പുതിയ. ഈ ഇരിക്കുന്നവരെ എക്സ്പ്രഷൻ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇവരാണ് ഇന്നത്തെ ബ്രൈഡും ഗ്രൂമെന്ന്. അത്രയും ഒറിജിനലായിട്ടായിരുന്നു അവരെ എക്സ്പ്രഷൻ. നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു ഒപ്പനല്ലേ വേണ്ടത്? നമ്മുടെ അളച്ചി മുത്തച്ചി ടീം നല്ലൊരു ഒപ്പന കളിക്കാൻ നോക്കും. അങ്ങനെ അവരെ സ്ക്രിപ്റ്റിൻ്റെ ലാസ്റ്റ് വൺ അവരെ ഒരു ഒപ്പനയും അതിലേക്ക് ബ്രൈഡിൻ്റെ ഒരു എൻട്രിയും, അങ്ങനെ ബ്രൈഡിനെ വെച്ചിട്ടുള്ള ലാസ്റ്റ് ഒപ്പനായിരുന്നു കേട്ടോ. അത് ഒരുപാട് ദിവസം എടുത്ത് അവരെ പ്രാക്ടീസ് ചെയ്ത് നടത്തുന്നൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് തന്നെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ കാണികളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആകാംക്ഷയോടെ അവർ ഇരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഒപ്പനയും ഡാൻസൊക്കെ ഇങ്ങനെ
ഓൺഗോയിങ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെക്കൻ്റെ വീട്ടിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ വീട്ടിൽ വന്ന് അവർ പെണ്ണിന് നെക്സ്റ്റ് ഡേ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നതാണ്. ആദ്യം അവിടുത്തെ കുറച്ച് ലേഡീസായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ സർപ്രൈസായിട്ട് നമ്മുടെ ചെക്കനും ചെക്കൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെണ്ണിനെ സ്റ്റേജിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി പൊടി പൊടി ചോടിന കണ്ണ് 18 തികഞ്ഞൊരു പുതുക്കപ്പെണ്ണ് മോളല്ലേ മധുര മധുരപാദീനയിൽ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ ലങ്കി മാറിയും നോളെ. സർപ്രൈസ് ആയിട്ടുള്ള ചെക്കൻ്റെ എൻ്റെയും കൂടി ഒരുപാട് ഒന്നും കൂടി കളറായി. മോളല്ലേ മധുര കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ബ്രൈഡിനെയും സ്റ്റേജിൽ കയറ്റി. ചെക്കൻ്റെ ടീം തന്നെ സ്റ്റേജിൽ വെച്ച ഡെക്കോറിൻ്റെ ഫ്ലവറൊക്കെ എടുത്ത് അവനെ കൊണ്ടുതന്നെ കൊടുപ്പിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പാട്ട് പാടിപ്പിക്കുന്നുണ്ട്. നിന്റെ കഥ കഴിയുമ്പോൾ മലയാളി എന്താ കേട്ടോ മലയാളി ഒലിയ ചുമ്മാ സട്ടക്കുത മുടഞ്ഞാലട്ടപ്പെട്ട നിന്റെ കഥ കഴി അമ്പലത്തിൽ പോയി കുറി തൊട്ട് വണങ്ങി കുമ്പസാര ചൊല്ലും പൊന്നും മലയാളി നിനക്കു നീ തന്നെയാണ് റാണി നടുനിലയിരുമ്പോൾ തരുണി മണികൾ അവർ നിറയുണ്ട് കഥന്റെ കഥകൾ സദാചാരം നോക്കും വീരണ്ട നിലകൾ പകൽ മാന്യന്മാർ പരമദ്രോഹികൾ ചങ്കുറപ്പന്റെ കൂടെ പിറക്കും തല കൊമ്പിട്ട് നിൽക്കാതെ നെഞ്ചു വീതിക്കും അങ്ങ് കൊമ്പത്തയ്യമാനും മുട്ടുമടക്കും ഇനി എന്തിനു കപട സദാചാരം കൊലപാതകമല്ലൊരു പരിഹാരം പറയാനറിയുണ്ടെന്നിരുന്നാൽ മലയാളികൾ വലിയ നമസ്കാരം. ഉള്ളവച്ച് പാടിയാൽ മതി. അത് നല്ലൊരു പോയിന്റാണ്. ഇത്രയും കാലം എനിക്ക് എല്ലാ ദിവസവും ഓരോ പാട്ട് പാടി. ഒരു ഗ്രൂപ്പ് ഡാൻസ് ലൂന ലീഡ് ചെയ്യുന്ന ഒരു ഡാൻസ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് വേണ്ടി ഇതാ ഇവിടെ ഞങ്ങൾ പറയുകയാണ്. ജുനന്റെ ടീം മെമ്പേഴ്സ് എവിടെ?
വാടി തളർന്നു വീഴുന്ന കുട്ടികളാണ് ഞങ്ങളുടെ നിങ്ങൾ വിചാരിച്ചോ? അങ്ങനെയാണോ നമ്മള്? അല്ലല്ലോ. ഇതാ ഈ പുന്നാര അളിയന് വേണ്ടി ഇവിടെ പുന്നാര KCM കുടുംബത്തിലെ പുന്നാര മരുമകന് വേണ്ടി ഇവിടെ കൊച്ചളിയന്മാരും കൊച്ചു ഇളയച്ചിമാരും ഒക്കെ കളിക്കുന്ന KCM കിഡ്സ് അവതരിപ്പിക്കുന്ന KCM കിഡ്സിലെ ലീഡറായിട്ടുള്ള അങ്ങനെ ചെക്കൻ്റെ ഗംഭീരമായ ഗാനത്തിന് ശേഷം നമ്മളുടെ പെണ്ണിൻ്റെ ടീമിൻ്റെ ഡാൻസാണ് കേട്ടോ. അപ്പോൾ ചെക്കൻ്റെയും ടീമിൻ്റെയും ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരൊരു അടിപൊളി ഡാൻസ് ഇവിടെ കാഴ്ചവെച്ച് അങ്ങനെ ചെക്കനും ടീമിനും ഫുഡൊക്കെ കൊടുത്ത് അവസാനം നല്ലൊരു കലാശക്കൊട്ട് തന്നെയാണ് കേട്ടോ. ആളും ബഹളും എല്ലാം കൂടെ ആയിട്ട് കുറച്ച് നേരത്തിന് ശേഷം ചെക്കനും ടീമും വന്നു. ഇന്ന് നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ. ഇനി നാളെയാണ് നിക്കാവും റിസപ്ഷനൊക്കെ നടക്കുന്നത്. അത് എയർപോർട്ട് ഗാർഡൻ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കൊണ്ടോട്ടി. അപ്പോൾ ഇൻഷാല്ലാ ഇനി നാളത്തെ വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.